ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ടിപ്പ്, നമ്മളെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ടേബിളിൽ വെക്കുന്ന സമയത്ത് അതിൽ പൊടിയീച്ചകളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ കേടായി പോകും. പിന്നെ അത് അത്ര നല്ലതല്ലല്ലോ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഒരു പൊടിയീച്ച പാറിയിരിക്കുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ ഇതുപോലെ പകുതി മുറിച്ചിട്ട് അതിൽ ഗ്രാമ്പു കുത്തിയിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചകളും പ്രാണികളൊന്നും ആ ഒരു ഫ്രൂട്ട്സിലൊന്നും വന്നിരിക്കാതെ നോക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത്, നമ്മൾ ഇതുപോലെ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മിക്ക വീട്ടിലും എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് നമ്മൾ വാഷ് ബേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉപയോഗിച്ച് അത് പെട്ടെന്ന് കാലിയാക്കും. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹെയർ ബണ്ണ് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്ന് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ പോവാതെ കുറേശ്ശെ ആയിട്ട് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ കളിച്ച് അത് കളയുന്ന പ്രശ്നം ഇങ്ങനെ ഒരു ബണ്ണിട്ട് കൊടുത്താൽ ഒഴിവാക്കാം. അടുത്തതായിട്ട്, നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റ് കവർ കൊണ്ടിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് കവർ കൊണ്ട് ഞാൻ ഒരുപാട് നല്ല ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു കുഞ്ഞു ടിപ്പാണ്, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതുപോലെ ചിരവയുടെ ടോപ്പൊന്നും ഇല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് കവർ കാലിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് ആ ഒരു ചിരവ മൂടി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചിരവ മാത്രമല്ല കേട്ടോ, നമ്മൾ മൂർച്ചയുള്ള കത്തി കത്രിക ഒക്കെ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. അടുത്തത്, നമ്മൾ ഹോർലിക്സും ബൂസ്റ്റൊക്കെ ഇതുപോലെ ചെറിയ പാക്ക് വാങ്ങിയിട്ട് അത് ഫുൾ ഉപയോഗിക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലത്തെ ബാക്കിയുള്ളത് കട്ടായി പോകും. അങ്ങനെ കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ പഴയ കത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ കത്തി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു പാക്കിൻ്റെ നമ്മൾ മടക്കിയ ആ ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഹോർലിക്സിൻ്റെ പാക്കായിട്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് കട്ടായി പോവാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ, കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ അത് ഒട്ടിപ്പോവും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ അതുപോലെ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴയ കത്തിയും അതുപോലെ തന്നെ തീയൊക്കെ എടുക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. അതൊന്ന് ഇതുപോലെ മടക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പഞ്ചസാരൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലൊന്ന് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ ഹോർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും പെട്ടെന്നൊന്നും കട്ടയാവാതെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട്, നമ്മൾ പഞ്ചസാരയുടെ കുപ്പിയിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ആ ഒരു പഞ്ചസാരയുടെ കുപ്പിയിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പഞ്ചസാരയിൽ ഉറുമ്പ് വരില്ല. ഇതിന് മുൻപ് ഞാൻ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനുള്ള ടിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്ര പണിയുള്ളതൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ്സുകൾ പൊട്ടുന്ന ഇതുപോലുള്ള കുപ്പി ഗ്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോവാറുണ്ട്. രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇതുപോലെ ഒട്ടി കിടന്നിട്ട് നമുക്കത് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ കൈ വെച്ചൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ രണ്ടായി കിട്ടും. അടുത്തതായിട്ട്, ഈ ഒരു സീസണിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മൾ ചക്കക്കുരു ഉണ്ടല്ലോ, ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് തൊലി കളയാൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതുപോലെ ഉരൽ ഉണ്ടാവാതിരിക്കില്ല, കാരണം എന്തായാലും ഉരൽ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല എന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചക്കക്കുരു ആ ഒരു ഉരലിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഉരലിൽ നമ്മൾ ഒലക്ക വെച്ചിട്ട് കുത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചതഞ്ഞു പോവും. അപ്പോൾ അതിൽ കാര്യമില്ലല്ലോ, നമുക്ക് അതിൻ്റെ തൊലി കളയല്ലേ വേണ്ടത്. അപ്പോൾ അമ്മിക്കുട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ആ ഒരു പുറത്തുള്ള തൊലികളും ഉള്ളിലത്തെ ആ ഒരു ചുവപ്പ് കളറുള്ള തൊലിയും ഒക്കെ ഇങ്ങനെ ചെയ്താൽ പോയി കിട്ടും. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കുറേ സമയം ഇരുന്ന് അത് തൊലി കളഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും.
പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തൊലി കളയുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ ആരും ഈ ഒരു ചക്കക്കുരു കളയുകയാണ് ചെയ്യുക, ആരും എടുത്ത് വെക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം നമ്മളെ പണി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ഇതായുണ്ടല്ലോ, ഞാൻ കുറച്ച് സമയം അതിലിട്ടൊന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. പകുതി മുക്കാൽ ഭാഗം തൊലി പോയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ തൊലി കൂടെ പോവും. അപ്പോൾ ഇതാ എല്ലാ ചക്കക്കുരു ബാക്കിയുള്ള എല്ലാ തൊലികളും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അങ്ങനെ കുത്തി കൊടുത്തിട്ടില്ല. കുത്തി കൊടുത്താൽ അത് ചതഞ്ഞു പോവും. ഇനി അത് നമുക്ക് വാരിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു തൊലികളും പോയി കിട്ടും. അത് ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് പകുതിയായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ രണ്ടും രണ്ടാക്കിയപ്പോൾ ആ വെള്ളത്തിലുള്ള തൊലി ഉണ്ടല്ലോ, ഒരുപാട് തൊലി വെള്ളത്തിൽ കഴുകിയപ്പോൾ പോന്നിട്ടുണ്ട്. ഇനി കത്തി വെച്ച് മുറിക്കേണ്ട, അതിൻ്റെ ആ തൊലി കളയേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പകുതി മുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് ഈ ഒരു ടിപ്പ് മാത്രമല്ല, അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ചക്കക്കുരു ഞാനൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പച്ചമുളക് ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് പാകത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മാങ്ങ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ 2 വിസിൽ അടിച്ചതിന് ശേഷം മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് പുളി പിഴിഞ്ഞാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആദ്യം തന്നെ ആ ചക്കക്കുരുയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 2 വിസിലടിച്ച് അത് കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ടിട്ട് 1 വിസിൽ കൂടി അടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 വിസിലടിച്ചപ്പോൾ നന്നായിട്ട് നല്ല പാകത്തിന് മാങ്ങയും ചക്കക്കുരും ഒക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. നമുക്ക് കറി വേറെ ഒന്നും വേണ്ട, ചോറിന് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാവും. അപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അത് തൊലി കളയാൻ മടിയുണ്ടെന്ന് പറയില്ലല്ലോ, കാരണം അതിനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്